നമസ്കാരം. വട്ടമേശ ഇന്ന് കേരളത്തിലെ റബ്ബർ വിലയുടെ തകർച്ച, അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ പൊതുവെ ഉണ്ടായിരിക്കുന്ന സാമ്പത്തികമായ തളർച്ച, ഈ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒട്ടും ഗ്ലാമറില്ലാത്ത വിഷയം കൂടിയാണ്. റബ്ബർ വിലയിടിയുന്നു. മറ്റ് പല കാരണങ്ങൾ കൊണ്ടും കേരളത്തിൻ്റെ പല സാമ്പത്തിക മേഖലയിലും തകർച്ചയും വീഴ്ചയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വട്ടമേശയിൽ പങ്കെടുക്കുന്നത് ഈ രംഗത്തെ ഏറ്റവും മികച്ച വിദഗ്ധരാണ്. ഡോക്ടർ KN ഹരിലാൽ, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് തിരുവനന്തപുരം പ്രൊഫസർ, മുൻ പ്ലാനിംഗ് ബോർഡ് അംഗം; ജോസ് കറിയ, കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ആയിരുന്നു. ഇക്കണോമിക് ടൈംസിൻ്റെ തിരുവനന്തപുരത്ത് ദീർഘകാലം ലേഖകനായിരുന്നു. പിന്നീട് ചെന്നൈയിലെ സീനിയർ അസിസ്റ്റൻറ്റ് എഡിറ്ററായിരുന്നു. പ്രൊഫസർ KJ ജോസഫ്, അദ്ദേഹവും സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്. ഒരു പ്രത്യേകത, മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൻ്റെ, കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൻ്റെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ചെയർ, പ്ലാന്റേഷൻ മേഖല, പ്ലാന്റേഷൻ വികസനത്തിൻ്റെ മേഖലയിൽ പ്രത്യേക ഗവേഷണം നടത്തുന്ന പ്രൊഫസർ കൂടിയാണ് അദ്ദേഹം. ജോസ് മാത്യു ശരിക്കും ഒരു നാടൻ കർഷകൻ, ദീർഘകാലമായി പ്ലാന്റേഷൻ രംഗത്തുള്ള ഒരു റബ്ബർ പ്ലാന്റർ, രാഷ്ട്രപതിയുടെ ഗുണമേന്മയ്ക്കുള്ള നല്ല ഇന്നവേറ്റർക്കുള്ള അവാർഡ് നേടിയ ആളും കൂടിയാണ്. 2015 ചർച്ച ആരംഭിക്കുന്നു. ആദ്യം ഡോക്ടർ ഹരിലാൽ, റബ്ബറിന് മാത്രമുള്ള വിലയിടിവല്ല കേരളത്തിൻ്റെ പ്രശ്നം. ആഗോളതലത്തിൽ പെട്രോൾ വില ഇടിയുന്നത് കൊണ്ട് ഗൾഫിൽ നിന്ന് ഏത് സമയത്തും ഒരു തിരിച്ചുവരവുണ്ടാവാം. ടൂറിസം രംഗം കടുത്ത പരാധീനതകളിലാണ്. നാളികേര വില തകർന്നിരിക്കുന്നു. 4-5 രൂപയ്ക്കൊക്കെ ഉള്ളൂ ഇപ്പോൾ ഒരു നാളികേരത്തിന്. ആസിയാൻ കരാർ കേരളത്തിലെ കാർഷിക രംഗത്തെ മൊത്തം ഒരു മുരടിപ്പിലേക്ക് നയിച്ചിരിക്കുന്നു. ഈ തളർച്ചയുടെ വ്യാപ്തി എന്ന് മാത്രമാണ്. ഇതിൽ നിന്നാണ് കേരളത്തെ രക്ഷപ്പെടുത്താൻ എന്താണ് വഴികൾ? ഇപ്പോൾ തീർച്ചയായിട്ടും ഈ അടുത്ത കാലത്തൊന്നും കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിൽ വളരെ രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധിയാണ് കേരളത്തിൻ്റെ നാണ്യവിളകളെല്ലാം നേരിടുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ സാർവദേശീയ സമ്പദ്ഘടനയായിട്ട് ബന്ധപ്പെട്ട മിക്കവാറും എല്ലാ മേഖലകളിലും ഇതേ പ്രതിസന്ധി തന്നെ ഉണ്ട്. ഈ പ്രതിസന്ധിയുടെ, ഇപ്പോൾ കേരളത്തിൽ അനുഭവപ്പെടുന്ന ഈ പ്രതിസന്ധിയുടെ ഒരു കാരണം തീർച്ചയായിട്ടും ആഗോളാടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ്. 1930-കൾക്ക് ശേഷം അതേപോലെ തീവ്രതയുള്ള ഒരു പ്രതിസന്ധി കുറേ കാലമായിട്ട്, കുറേ വർഷങ്ങളായിട്ട് തന്നെ ആഗോളാടിസ്ഥാനത്ത് നിൽക്കുന്നു. അത് വിട്ടൊഴിയുന്ന ലക്ഷണമില്ല. കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ് ആഗോള പ്രതിസന്ധി. ഈ ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്നത് ഈ പ്രൈമറി കമ്മോഡിറ്റീസിനെയാണ്. അപ്പോൾ എണ്ണ മുതൽ ബാക്കി എല്ലാ പ്രാഥമിക ഉൽപ്പന്നങ്ങളെയും ആഗോളാടിസ്ഥാനത്തിൽ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. ഇങ്ങനെ ആഗോളാടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നേരത്തെയും നമ്മുടെ രാജ്യത്തെ വിലകളെ അത് ബാധിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള പ്രതിസന്ധി വരുമ്പോൾ നമുക്കൊരു ഡിഫൻസ് ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ നമുക്ക് ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് വെക്കുക, നമ്മുടെ നാട്ടിലെ ആഭ്യന്തര കമ്പോളത്തിൽ സർക്കാർ ഇടപെടുക. ആ നിലയ്ക്ക് ഇപ്പോൾ റബ്ബറിൻ്റെ കാര്യത്തിലാണെങ്കിൽ പണ്ട് ആഗോള മാർക്കറ്റിലൊക്കെ വിലയിടുകയും കൂടുകയൊക്കെ ചെയ്യുമ്പോഴും നമുക്കൊരു വിലസ്ഥിരതയുണ്ടായിരുന്നു. റബ്ബറിന് ന്യായമായ വില കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുണ്ടായിരുന്നു. അതുകൊണ്ട് റബ്ബർ ഉൽപ്പാദനം ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു പ്രൊട്ടക്ഷൻ നയം ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു രംഗമാണല്ലോ റബ്ബറിൻ്റെ കാര്യത്തിൽ വലിയ പ്രൊഡക്ടിവിറ്റി ഗെയിൻ നമുക്കുണ്ടായി. പ്രൊഡക്ഷൻ വളരെ കൂടി. അതുപോലെ തന്നെ ഈ നമ്മുടെ നാട്ടിലെ പ്രൊഡക്ഷൻ്റെ സഹായത്തോടു കൂടി ഇവിടെ ഒരു നല്ല ഓട്ടോമൊബൈൽ ടയറിൻ്റെ മറ്റ് റബ്ബർ ബേസ്ഡ് ഇൻഡസ്ട്രീസും ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗോളാടിസ്ഥാനത്തിൽ പ്രതിസന്ധി വരുന്നു. ആ പ്രതിസന്ധിയെ പ്രതിരോധിക്കുന്നതിനുള്ള യാതൊരു നയങ്ങളും നമ്മുടെ ഗവൺമെൻറ്റുകൾക്കില്ല. അതിന് പകരം നമ്മൾ WTO കരാറും അതിനുശേഷം ആസിയാൻ കരാറും ഒക്കെ ഒപ്പിട്ടിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അതിർത്തികളില്ല. അപ്പോൾ ആസിയാൻ കരാറോടെ വന്നപ്പോൾ പിന്നെ നമ്മുടെ ഇപ്പം റബ്ബറിൻ്റെ മാക്സിമം ഇമ്പോർട്ട് ഡ്യൂട്ടി നമുക്കൊരു 20% കൂടുതൽ ഈ ആസിയാൻ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ വിലയെ പിടിച്ച് നിർത്താൻ പറ്റത്തില്ല. കാരണം ഇവിടെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല വില ഇടിയുന്നത്, എല്ലായിടത്തും വില ഇടിയുന്നു. എന്നിട്ട് എല്ലാവരും ചേർന്ന് വീണ്ടും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. കൃഷിക്കാരെല്ലായിടത്തും എല്ലാ രാജ്യങ്ങളിലും ഒരേമാതിരി വലിയ കഷ്ടപ്പാടിലേക്ക് നീങ്ങുകയാണ്. അവിടെ നമുക്ക് ഡിഫൻസ് ഇല്ലാത്തത്, നമ്മുടെ നയങ്ങളുടേതായിട്ടുള്ള ഡിഫൻസ് ഇല്ലാത്തത് വലിയ പ്രശ്നമാണ്. ഇത് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ റബ്ബറിൻ്റെ കാര്യത്തിൽ ഓവർ പ്രൊഡക്ഷൻ ഉണ്ട്.
ഈ ഓവർ പ്രൊഡക്ഷൻ എല്ലാ റബ്ബർ പ്രൊഡ്യൂസിങ് രാജ്യങ്ങളിലും മലേഷ്യയിലും ഇന്തോനേഷ്യയിലും തായ്ലൻഡിലും ഉണ്ട്. ഈ രാജ്യങ്ങളിലെ കൃഷിക്കാരുടെ സംഘടനകൾ പരസ്പരം ബന്ധപ്പെട്ട് ഈ ഓവർ പ്രൊഡക്ഷൻ കുറയ്ക്കണം. വേൾഡ് ബാങ്ക് ഒരുപാട് ഏജൻസിയോട് ചേർന്നിട്ടാണ് എക്സസ് പ്രൊഡക്ഷൻ ഉണ്ടാക്കിയത്. ഇപ്പം ഞാനും പ്രൊഫസർ ജോസഫും ചേർന്നിട്ട് ഞങ്ങൾ വളരെ കാലം മുമ്പ് തന്നെ ഈ റബ്ബർ ഈ വേൾഡ് ബാങ്കിൻ്റെ സബ്സിഡിയെ പറ്റി എഴുതിയിരുന്നു. ഒരുപാട് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ്. പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചിട്ട് വില കുറയുമ്പം ഈ വേൾഡ് ബാങ്ക് സഹായിക്കുമോ, റബ്ബർ ബോർഡ് സഹായിക്കുമോ, ഗവൺമെൻറ്റുകൾ സഹായിക്കുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇപ്പോൾ പണ്ട് യൂറോപ്യൻ പ്ലാന്റേഴ്സ് ചെയ്തത് മാതിരി റബ്ബർ കൃഷിക്കാരുടെ സംഘടനകൾ, സമുദായ നേതൃത്വം, ഗവൺമെൻറ്റുകൾ അവരെ ഒരുമിപ്പിച്ചിട്ട് ഇപ്പം മാർക്കറ്റിലുള്ള എക്സസ് പ്രൊഡക്ഷൻ അതൊരു ബഫർ സ്റ്റോക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ പറ്റും, നമുക്ക് മാത്രമായിട്ട് പറ്റത്തില്ല. അങ്ങനെയുള്ള പിന്നെ റബ്ബർ പ്രൊഡ്യൂസിങ് രാജ്യങ്ങളുടെ ഐക്യം, അതുപോലെ തന്നെ കൃഷിക്കാരുടെ ഐക്യം. ജോ ഒരു ഒരേ സമയം പത്രപ്രവർത്തകനും കർഷകനും കൂടിയാണ്. ജോ ഇക്കണോമിക് ടൈംസിലെ ജോലിയൊക്കെ രാജിവെച്ച് നാട്ടിലെ കാഞ്ഞിരപ്പള്ളിക്കാരനാണ്. ജോ റബ്ബറൊക്കെ നോക്കാൻ വേണ്ടി പോയി ഒരു പുസ്തകമൊക്കെ എഴുതി, ഫ്രം ഫോർത്ത് സ്റ്റേറ്റ് ടു റബ്ബർ എസ്റ്റേറ്റ്. വലിയ പുസ്തകമാണ്. നമ്മുടെ തോമസ് ജേക്കബ് സാറാണ് അതിൻ്റെ മുഖവരൊക്കെ എഴുതിയിരിക്കുന്നത്. ഗംഭീരമായൊരു പുസ്തകമാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രസിദ്ധീകരിച്ചു. എനിക്കിപ്പോൾ സംശയം ജോ ഫ്രം റബ്ബർ സ്റ്റേറ്റ് ടു ഫോർത്ത് സ്റ്റേറ്റ് എന്ന പുസ്തകം വേറെ എഴുതുമോ എന്നുള്ളതാണ്. ജോ എന്ന് പറയുന്നത് ഈ മൊത്തം ഇതിനെ എങ്ങനെ വിലയിരുത്തുന്നു ഒരു പത്രപ്രവർത്തനം എന്ന നിലയ്ക്ക്? കാഞ്ഞിരപ്പള്ളി, ഞാൻ ജേക്കബ് ജോർജ് ആദ്യം പറഞ്ഞ ഇതൊരു ഗ്ലാമറസ് സബ്ജക്റ്റ് അല്ല എന്ന് അതേപറ്റി തുടങ്ങാം. സത്യത്തിൽ കാഞ്ഞിരപ്പള്ളി ഒരു ഗ്ലാമറസ് സ്ഥലമായിരുന്നു. ഈ റബ്ബർ വൺസ് അപ്പോൺ എ ടൈം പ്ലാന്റേഷൻ. ഇൻഫാക്റ്റ് ഈ 2017 ആകുമ്പം ഈ പ്ലാന്റേഷൻ മുഴുവൻ തുടക്കം വെച്ച അയർലൻഡിൽ നിന്ന് വന്ന ജെ മർഫി, അദ്ദേഹം മരിച്ചിട്ട് 70 വർഷം തികയാണ്. ഇത് 1902 അദ്ദേഹം പ്ലാന്റേഷൻ ഏന്തയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് തുടങ്ങിയത്. അദ്ദേഹം വന്ന് കണ്ടപ്പോൾ കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, ഏന്തയാർ ആ ബെൽറ്റാണ് ഏറ്റവും ഇതിന് അനുയോജ്യമായി തോന്നിയത്. അങ്ങനെ അദ്ദേഹം തുടങ്ങി വെച്ച ഈ ഒരു മേഖല ഇത്രയധികം അഭിവൃദ്ധിപ്പെട്ട് ഇത്രയും വർഷങ്ങൾ കാഞ്ഞിരപ്പള്ളിയെ കേരളീയർക്കെല്ലാം മനസ്സിലാകുന്ന ഒരു സ്ഥലമായി മാറ്റിയിട്ടുണ്ടെങ്കിൽ സിനിമകളിൽ പോലും കാഞ്ഞിരപ്പള്ളിയെ പറ്റി മെൻഷൻ ഉണ്ടാവാനും ഒരു കാഞ്ഞിരപ്പള്ളി അച്ചായൻ കോൺസെപ്റ്റ് കേരള ജനതയുടെ മനസ്സിലുണ്ടായതും എല്ലാം ഈ റബ്ബർ തന്ന ഒരു അനുഗ്രഹവും വരുമാനവും കൊണ്ടാണ്. ഇന്ന് അവിടെ ഗ്ലാമർ നഷ്ടപ്പെട്ട ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു. അവിടുത്തെ വേദന എനിക്ക് തോന്നുന്നത് കേരളം ഇന്നുവരെ അറിഞ്ഞിട്ടില്ല. അതിൻ്റെ ഇമ്പാക്റ്റ് തന്നെ പലരും മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നതേ ഉള്ളൂ. അത് ടൗണുകളിൽ എത്തുന്നതേ ഉള്ളൂ. പ്രൊഫസർ ഹരിലാൽ പറഞ്ഞതുപോലെ അത് ഉണ്ടാക്കിയ ആൻസിലറി ഇൻഡസ്ട്രീസ്, ഉദാഹരണത്തിന് കാറ് മാത്രം എടുത്താൽ മതി. ഒരു കാലത്ത് 20 വർഷം മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്, മാരുതി 800 ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന കാലത്ത് അതിൻ്റെ CEO ഒരിക്കൽ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഗുർഗാവൺ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാറ് വിൽക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. ഇതിനെന്തായിരിക്കാം കാരണം? അതൊക്കെ അന്ന് റബ്ബറിൻ്റെ നല്ല കാലമായിരുന്നുകൊണ്ടാണ്. പക്ഷേ ആ കാലത്തിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി വളരെ പുറകോട്ട് പോയിരിക്കുന്നു. കാഞ്ഞിരപ്പള്ളി ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ന് സൗദി അറേബ്യ നേരിടുന്ന അതേ പ്രശ്നത്തിലാണ്. കാരണം സൗദി അറേബ്യയുടെ വരുമാനത്തിൻ്റെ 90% ഓയിലിൽ നിന്നാണ്. അങ്ങനെ ഒരു ഏക വരുമാന സ്രോതസ്സിൽ ആ രാജ്യം നിലനിന്നുകൊണ്ട് ഓയിൽ തകർന്നതോടെ ആ രാജ്യം തന്നെ ഇന്ന് പ്രശ്നത്തിലാണ്. കാഞ്ഞിരപ്പള്ളിക്കും അതിനെ പറ്റിയിരിക്കുന്നത് ഏകദേശം ഒരേ ഒരു വരുമാനമുള്ളൂ. കാപ്പിയും കുരുമുളകും ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും ഈ റബ്ബറിൻ്റെ വരുമാനവുമായിട്ടും, മാത്രമല്ല ആ ഗ്ലാമറിൽ ജീവിച്ച കാലത്ത് ഇതൊരു വൈറ്റ് കോളർ കൃഷിയായിട്ടാണ് കണ്ടിരിക്കുന്നത്. മണ്ണിൽ തൊടാതെ കാഞ്ഞിരപ്പള്ളിക്കാർക്ക് പറ്റിയ സ്റ്റൈലിൽ ചെയ്തുകൊണ്ടിരുന്ന കൃഷിയാണ്. അതിപ്പോൾ ഇല്ലാതാകാണ്. അപ്പോൾ ഇത് അഫക്റ്റ് ചെയ്യുന്ന ആൻസിലറി സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഓട്ടോമൊബൈൽ മുതൽ സാധാരണ റെസ്റ്റോറൻറ്റ് മുതൽ എന്തിനു പറയണം, എഞ്ചിനീയറിംഗ് കോളേജുകളിലെ അടുത്ത വർഷത്തെ അഡ്മിഷൻ പോലും എങ്ങനെയാവും എന്ന് ഇപ്പോൾ പ്രവചിക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രൊഫസർ കെ ജെ ജോസഫ്, ഒരു അക്കാഡമിക് ലൈനിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ചെയ്യേണ്ടവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരുന്നതുമാണ് ഇതിന് കാരണം. പ്രൊഫസർ ഹരിലാൽ പറഞ്ഞു, പ്രൈമറി കമ്മോഡിറ്റിയുടെ ചരിത്രമെടുക്കുന്ന എല്ലാവർക്കും അറിയാം പ്രൈമറി കമ്മോഡിറ്റിയുടെ വിലയിൽ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടായിരിക്കും. 250 രൂപ റബ്ബറിന് കിട്ടുമ്പം നമ്മൾ മനസ്സിലാക്കണം ആ വില നിലനിൽക്കാൻ പോകുന്നില്ല, അത് താഴാൻ സാധ്യതയുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു പ്രത്യേക സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേക സാഹചര്യങ്ങൾ മനസ്സിലാക്കി അതിന് അനുസരിച്ചുള്ള നയങ്ങൾ രൂപീകരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരുള്ള ഒരു പ്രദേശമാണ്, ഒരു രാജ്യമാണ് എങ്കിൽ കേരളത്തിൽ എന്ത് ചെയ്യുമായിരുന്നു? പോയിന്റ് നമ്പർ 1, മിസ്റ്റർ ജോസ്കറിയ പറഞ്ഞ പോലെ ഏക വരുമാനത്തിലേക്ക് ഒരു പ്രദേശത്തെ മൊത്തം ഉന്തിവിടുമ്പോൾ ഇന്ന് നമുക്കറിയാം ഏതാണ്ട്
9-10% വരുന്ന കേരളത്തിൻ്റെ കാർഷിക ഉൽപ്പാദനത്തിൻ്റെ ഏതാണ്ട് 45% റബ്ബറാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കേരളത്തിൻ്റെ മൊത്തം ഉൽപ്പാദന കൃഷി ഇടത്തിൻ്റെ 83% മനുഷ്യർക്ക് കഴിക്കാൻ കൊള്ളത്തില്ലാത്ത വാണിജ്യാടിസ്ഥാനത്തിലുള്ള കമ്മോഡിറ്റീസാണ് ഉൽപ്പാദിപ്പിക്കുക. ഈ കമ്മോഡിറ്റീസ് എല്ലാം പ്രൊഫസർ ഹെലാൽ പറഞ്ഞ പ്രശ്നമുണ്ട്. അപ്പം അങ്ങനെ ഏക വരുമാന മാർഗത്തിലേക്ക് ഒരു പ്രദേശം മാറുന്ന സാഹചര്യമുണ്ടായാൽ അതിനെ നിയന്ത്രിക്കുവാൻ, അതിന് തടയിടുവാൻ സർക്കാരിന് ഒരു അർഹതയുണ്ട്. രണ്ടാമത്തത്, അഥവാ അങ്ങനെ മാർക്കറ്റ് ഫോഴ്സ് വെച്ച് മാറിപ്പോയാൽ തന്നെ അതിൻ്റെ പ്രതിവിധി എന്താണ്? പ്രൊഫസർ ഹെലാൽ പറഞ്ഞ പോലെ സപ്ലൈ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നയങ്ങളും പ്രവർത്തനങ്ങളും നടത്തുമ്പം എങ്ങനെ ഡിമാൻഡ് വർദ്ധിപ്പിക്കാം? സപ്ലൈയും ഡിമാൻഡും കോംപ്ലിമെൻ്ററിയാണ്. പ്രൊഡക്ഷൻ മാത്രം എൻഹാൻസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിങ്ങും പ്രോസസ്സിങ്ങും ഡിമാൻഡ് സൈഡിൽ നമുക്ക് ഇൻ്റർവെൻഷൻ നടത്തിയില്ലെങ്കിൽ അത് അപകടം വരും എന്നുള്ളതിന് നമുക്കാരും പ്രത്യേകിച്ച് അവന് കൗടിലിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, കേരളത്തിനെ പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ ഒരു ദീർഘകാല കാഴ്ചപ്പാടോടുകൂടി നമുക്ക് ഇങ്ങനെയുള്ള ഒരു ക്രോപ്പിനും അതിനനുസരിച്ചുള്ള നയങ്ങൾ രൂപീകരിക്കാൻ സാധിച്ചിട്ടില്ല. നയങ്ങളുണ്ടെങ്കിൽ തന്നെ നയങ്ങൾ നടപ്പാക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വേണ്ടപ്പെട്ട ആൾക്കാർ, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വേണ്ടപ്പെട്ട സമയത്ത് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാത്തതിൽ നിന്നുള്ള കാരണമാണ് ഇതെന്ന് പറഞ്ഞു. ജോസ് മാത്യു ഒരു ധാരാളം അവാർഡ് മേടിച്ചിട്ടുള്ള കൃഷിക്കാരനാണ്, ഒരു ശ്രേഷ്ഠ കർഷകൻ എന്ന് തന്നെ പറയാം. പക്ഷേ ഇപ്പോഴെന്താണ് റബ്ബർ കർഷകരുടെ സ്ഥിതി? റബ്ബർ കർഷകരെ കുറിച്ച് പറയുമ്പോൾ ഈ റബ്ബർ വിലയിടുക ഞാൻ എൻ്റെ അനുഭവത്തിൽ 3ാമത്തെ തവണയാണ് ഫേസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് 2 തവണ ഫേസ് ചെയ്തിരുന്നപ്പോഴും ഇത് മുന്നോട്ട് വില വരും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഈ തവണ നമുക്ക് വില ഇടിഞ്ഞപ്പം ഈ ക്രൂഡ് ഓയിലിൻ്റെ വിലക്കുറവും ബാക്കിയുള്ള രാജ്യങ്ങളിലെ പ്രൊഡക്ഷനും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ലാതായിപ്പോയി. അതായത് ഇത്രയും പ്രതിസന്ധി ഉണ്ടായപ്പോഴും നാച്ചുറൽ റബ്ബർ ഉൽപ്പാദനം കുറയുമെന്ന് പറഞ്ഞ വർഷമായിരുന്നു ഇത്. പക്ഷേ ഈ വർഷം 2% ഉൽപ്പാദനം കൂടുതൽ വേൾഡ് മാർക്കറ്റിൽ. അതായത് തായ്ലൻഡും വിയറ്റ്നാമും പോലുള്ള രാജ്യങ്ങൾ ഇത് വളരെ ഉൽപ്പാദനം കൂട്ടുകയാണ്. അന്നേരം അവിടെ അത് ചിലവ് കുറച്ച് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി വില കയറാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പം ശരിക്കും പറഞ്ഞാൽ 91 കാലഘട്ടങ്ങളിൽ 91-ൽ 60 രൂപ വില വന്നിരുന്ന സമയത്ത് മലേഷ്യ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ടാപ്പിംഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഞങ്ങളുടെ ചിലവ് വളരെ കൂടി, ഞങ്ങളുടെ ടാപ്പിങ്ങുകാർ മുഴുവൻ ബൈക്കിലാണ് വരുന്നതെന്ന്. 2015-ൽ കേരളത്തിലുള്ള കൃഷിക്കാർ പറയുന്നു 110 രൂപയ്ക്ക്, ഇപ്പോൾ 98 രൂപയ്ക്ക് ഞങ്ങൾക്ക് മുതലാകുന്നില്ല, ഞങ്ങളുടെ ടാപ്പിങ്ങുകാർ ഇപ്പോൾ വരുന്നത് എപ്പോഴാണ്? ബൈക്കിലാണ്. അപ്പോൾ 25 വർഷം എടുത്തു കേരളത്തിൻ്റെ സാമൂഹിക സ്ഥിതി മലേഷ്യക്ക് ഒപ്പാത്താൻ. മലേഷ്യ 91-ൽ അവർ തീരുമാനിച്ചു ഓയിൽ പാമിലേക്ക് ചേഞ്ച് ചെയ്യാൻ. അവർ ഓയിൽ പാമിൽ ചേഞ്ച് ചെയ്ത് ഇന്ന് പാം ഓയിലാണ് അവരുടെ ഏറ്റവും കയറ്റുമതി. നമുക്ക് അങ്ങനെയുള്ള പോളിസീസ് ഒന്നുമില്ല. നമുക്ക് പ്ലാന്റേഷൻ ആക്ട് ആദ്യം മാറ്റി തരണം. ഗവൺമെൻറ് നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുക. ഞാൻ തോട്ടമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു വസ്തു എനിക്ക് റബ്ബറോ തേയിലയോ കുരുമുളകോ ആക്കി മാറ്റാൻ പറ്റുള്ളൂ. വേറൊരു കൃഷിയിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. അന്നേരം ഗവൺമെൻറ് ആദ്യം തന്നെ അത്തരം ആക്ടുകൾ മാറ്റാനുള്ള കാര്യങ്ങൾ നോക്കണം. എന്നിട്ട് എഡിബിൾ ക്രോപ്സിലേക്ക് പോകണം. എഡിബിൾ ആകുമ്പോൾ ഒരു വർഷം വില ഇടിഞ്ഞാലും പിറ്റേ വർഷം ആ വില വരാം. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഫ്രൂട്ട്സ് പോലുള്ള കൃഷികളിലേക്ക് മാറണം. കേരളത്തിലാണ് ഫ്രൂട്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ നോക്കിയാൽ മുതല മടയിലാണ് മാങ്ങ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മുതല മടയിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യം മാങ്ങ സ്റ്റാർട്ട് ചെയ്യുന്ന മുതല മടയിൽ. അവിടെ നിന്ന് പോന്നിട്ടുണ്ടെങ്കിൽ ഓരോ ഫ്രൂട്ട്സും നമ്മളാണ്. കാര്യം ഇത് മൺസൂൺ സ്റ്റാർട്ട് ചെയ്യുന്നതനുസരിച്ചാണ് ഫ്രൂട്ട്സ് വരുന്നത്. അന്നേരം നമ്മൾ അങ്ങനെ ഒരു മാർക്കറ്റിലേക്ക് മാറണം. അത് ടൂറിസവുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകണം. അല്ലാതെ ഇനിയും ഒരു എഡിബിൾ ക്രോപ്പിന് സബ്സിഡി തരാം, ഒരു നാണ്യവിളയ്ക്ക് സബ്സിഡി തരാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഒരു ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റിന് തരാൻ പറ്റത്തില്ല. അന്നേരം നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു കൃഷി രീതിയിൽ അല്ലേ കർഷകൻ്റെ ഒരു ആംഗിൾ കണ്ടില്ലേ, എന്തുമാത്രം പ്രാക്ടിക്കലാണെന്ന് നോക്കി. വളരെ വളരെ പ്രാക്ടിക്കലാണ്. പിന്നെ കുറേ കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷേ പ്രൊഫസർ ജോസഫും അദ്ദേഹവും പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. അതായത് നമുക്ക് കൃഷിയുടെ കാര്യത്തിൽ കൃത്യമായിട്ടൊരു നയമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് പറയുന്നതിനോട് വിയോജിപ്പുണ്ട്. കാരണം നമുക്ക് വ്യക്തമായിട്ടുള്ള നയം ഉണ്ടായിരുന്നു. അതായത് റബ്ബർ പരമാവധി അതിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു നയം. അതിനു വേണ്ടിയിട്ട് പിന്നെ റബ്ബർ രംഗത്ത് വലിയ രീതിയിലുള്ള സബ്സിഡി കൊടുത്തുകൊണ്ടിരുന്നു. പ്ലാന്റിങ്ങിനും റീപ്ലാന്റിങ്ങിനും സബ്സിഡി, പുതിയ ഏരിയകളിലേക്കെല്ലാം വികസിപ്പിച്ചു.
ഒരു സമയത്ത് ഞാനും ജോസഫ് കൂടെ പിന്നെ ഒരു ലേഖനം എഴുതുന്ന സമയത്ത് യഥാർത്ഥത്തിൽ 5 വർഷം കൊണ്ട് റബ്ബറിൻ്റെ ഉൽപ്പാദനം ഇന്ത്യയിൽ ഡബിൾ ആക്കാനായിരുന്നു അന്നത്തെ റബ്ബർ ഈ വേൾഡ് ബാങ്കിൻ്റെ പ്രോജക്റ്റ്. ഇതേ സംഭവം തന്നെയാണ് മലേഷ്യയിലും തായ്ലൻഡിലും പിന്നെ വിയറ്റ്നാമിലുമെല്ലാം റബ്ബർ ഏജൻസികൾ പ്രത്യേകിച്ചും വേൾഡ് ബാങ്ക് നടപ്പിലാക്കുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ ഈ ഇത്തരം സ്കീമുകളെക്കുറിച്ച് നോക്കി. അപ്പോൾ ഗവൺമെൻറ്റുകൾ ഈ റബ്ബറിൻ്റെ ഉൽപ്പാദനം, റബ്ബറിൻ്റെ മാത്രമല്ല പല റോ മെറ്റീരിയൽസിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൺസിസ്റ്റൻ്റായിട്ട് ഇടപെടുന്നുണ്ട്. ഗവൺമെൻറ്റിന് ഒരു നയമുണ്ട്. അത് ആർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. വില വർദ്ധിച്ചു കഴിയുമ്പോൾ ഗവൺമെൻറ് എവിടെ പോകുന്നു? വില വർദ്ധിച്ചു കഴിയുമ്പോൾ ഈ കമ്പോളത്തിൽ ഇടപെടരുത് എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേൾഡ് ബാങ്ക് എവിടെ പോകുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ കൃഷിക്കാരെപ്പോഴും അവരുടെ ഭാഗം ക്ലിയറാക്കാനാണ് നോക്കുന്നത്. കൃഷി നന്നായിട്ട് നടത്തുക, വില കുറച്ച് കൃഷി ചെയ്യുക. പക്ഷേ ഈ ഓരോ കൃഷിയുടെയും അങ്ങേ തലയ്ക്കൽ ഇതിനെ കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് വാല്യൂ അഡീഷൻ നടത്തി കൊണ്ടുപോയി വിൽക്കുന്ന മാനുഫാക്ചറേഴ്സ് ഉണ്ട്, വലിയ മൊണോപ്പൊളീസ് ഉണ്ട്. ഈ ഓരോ വാല്യൂ ചെയിനിലും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ മൊണോപ്പൊളി സ്ട്രെങ്ത് കൂടിക്കൊണ്ടുവരികയാണ്. സർക്കാരുകൾ നിർഭാഗ്യവശാൽ, ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ് നിർഭാഗ്യവശാൽ കൃഷിക്കാരുടെ ഭാഗത്തല്ല. അതുകൊണ്ട് എന്താ പറ്റുന്നത്? ഇപ്പോൾ റബ്ബറിൽ ഈ പ്രശ്നം വന്നു, ശരി, നമുക്കിനി ഫ്രൂട്ട്സിലേക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫ്രൂട്ട്സിലാണെങ്കിലും ഏത് രംഗത്താണെങ്കിലും അങ്ങേ എൻഡിൽ ഈ മൊണോപ്പൊളികൾ വലുതാവുകയും അവരെ സഹായിക്കാനായിട്ട് നമ്മുടെ നിയമവ്യവസ്ഥയും മാധ്യമങ്ങളൊക്കെ നിൽക്കുകയും കൃഷിക്കാർ അവരുടെ കൃഷിയിൽ മാത്രം കേന്ദ്രീകരിച്ച് നന്നായിട്ട് ഉൽപ്പാദിപ്പിച്ച് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ചരിത്രത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശരിയായ രാഷ്ട്രീയം വേണം. അതായത് രാഷ്ട്രീയക്കാരന് മറ്റുള്ളവർക്കൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. കൃഷിക്കാർ തന്നെ സംഘടിച്ച് അവരുടെ രംഗത്തുള്ള ഈ നയങ്ങൾ എന്താണ്, അത് സാർവദേശീയ നയങ്ങളാണെങ്കിലും ദേശീയ നയങ്ങളും എന്താണ്. ഇപ്പോൾ മലേഷ്യയുടെ കാര്യം പറഞ്ഞല്ലോ. മലേഷ്യയിലും ഈ ആസിയാൻ രാജ്യങ്ങളിലെല്ലാം റബ്ബർ കൃഷിക്കാർ ഇതേമാതിരിയുള്ള വേദന തന്നെ തിന്നുകയാണ്. അവർ എന്നിട്ട് റോഡ് ബ്ലോക്ക് ചെയ്യുന്നു സബ്സിഡിക്ക് വേണ്ടി. വില കുറഞ്ഞു, ഭയങ്കരമായിട്ട് വില കുറഞ്ഞു, അവർക്ക് ഈ പറഞ്ഞുകൊണ്ട് കൃഷി നടത്താൻ പറ്റത്തില്ല. റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് സബ്സിഡി പ്രഖ്യാപിക്കുന്നു. സബ്സിഡി കൊടുത്തിട്ട് ആ സബ്സിഡിയോട് കൂടി വില കുറച്ച് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കയറ്റുമതി ചെയ്യാണ്. നമ്മളിവിടുന്ന് സബ്സിഡി കൊടുത്ത് അവരുടെ മാർക്കറ്റിലേക്ക് കയറ്റുമതി ചെയ്യാണ്. ഇതാണ് ഓരോ വിളകളിലും വരുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ, അതായത് നമ്മൾ ഇടപെടുന്ന സാമ്പത്തിക രംഗത്തിൻ്റെ കുറച്ചുകൂടെ ലാർജറായിട്ടുള്ള ചലനങ്ങളെക്കുറിച്ച് കൃഷിക്കാരും അതുപോലെ സമൂഹവും കുറച്ചുകൂടെ ബോധ്യപ്പെടണം. അതാണ് കൃഷിയും രാഷ്ട്രീയവും അതെങ്ങനെയാണ് ഒരു കോറിലേഷൻ? റബ്ബർ ഒരു കേരള കോൺഗ്രസ് കൃഷിയാണെന്നാണ് കേരളത്തിൻ്റെ പൊതുവെയുള്ള. പക്ഷേ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരുപക്ഷെ കാഞ്ഞിരപ്പള്ളിയും റബ്ബർ കർഷകരും എല്ലാം ചിന്തിക്കുന്നത് അവരെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായ പാർട്ടി നിർഭാഗ്യവശാൽ ഒരു ഏക MP പാർട്ടിയാണ്. അപ്പോൾ ആ വോയിസേ അതിന് പാർലമെൻറ്റിൽ കിട്ടുന്നുള്ളൂ. അത് നമുക്ക് 2 MP മാരുണ്ട്, ഒരു രാജ്യസഭയുണ്ട്, 2 MP മാർ. അപ്പോൾ അത്രയും വോയിസേ പാർലമെൻറ്റിലുള്ളൂ. ഇത് നമുക്ക് നല്ല ശബ്ദമുണ്ടെങ്കിൽ അത്ര ശബ്ദമൊക്കെ മതി. നല്ല ശബ്ദമാണെങ്കിൽ ഇന്ന് അടിവരുന്നത്. അതിൽ പക്ഷേ ഇവിടെ നമ്മുടെ കേരളത്തിലെ പാർട്ടികളെല്ലാം റബ്ബർ കൃഷിക്കാരുടെ ആൾക്കാരാണെന്നല്ലേ പറയുന്നത്. അതെ, റബ്ബർ കൃഷിക്കാരുടെ മാധ്യമങ്ങള്, പത്രങ്ങള് റബ്ബർ കോൺഗ്രസ് രാഷ്ട്രീയം പറഞ്ഞ് ഒരാൾ പോലും കൃഷിക്കാരെ രക്ഷപ്പെടുത്തില്ല. അത് ഇനി പറയാന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അതിൽ നിന്ന് മാറി ചിന്തിക്കണം. ഇനി 60 വർഷം കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എന്നിട്ടും കൃഷിക്കാരന് ഇന്ന് സബ്സിഡിയും തന്ന് കൈപ്പിടിച്ചുകൊണ്ട് നടക്കണം. അത് പറ്റില്ല. ഇനി ഞങ്ങൾ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഞങ്ങൾക്കിടെ വില തരണം. ഞങ്ങൾക്ക് ഒരു സബ്സിഡി പോലും തരണ്ട, ഒരു പൈസ സബ്സിഡി തരണ്ട. പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന പ്രോഡക്റ്റിന് ഇന്ന് റബ്ബറിനാണെങ്കിൽ 150 രൂപ, ആ 150 രൂപ ഇങ്ങനെ തന്നാൽ മതി. ഇവിടെ ദിസ് ഈസ് എ വെരി വാലിഡ് പോയിന്റ്. രണ്ട് കാര്യം ഐ വാണ്ട് ടു കോറിലേറ്റ് ദീസ് ടു ഇഷ്യൂസ്. ഐ തിങ്ക് പ്രൊഫസർ ഹലാലി പറഞ്ഞു വി ഹാഡ് എ നയം, നമുക്ക് നയം ഉണ്ടായിരുന്നു. സെൻട്രൽ ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്ന റബ്ബർ ബോർഡ്, അവരുടെ ഉദ്ദേശം പ്രൊഫസർ ഹലാലി പറഞ്ഞ പോലെ തന്നെ എന്താ ഉദ്ദേശം? ഐ ഡോണ്ട് വാണ്ട് ടു ബ്രിങ് പൊളിറ്റിക്സ് ദാറ്റ്. ദേ വാണ്ട് ടു ബി വെരി എഫിഷ്യൻറ്റ്. വെൻ ദേ ആർ എഫിഷ്യൻറ്റ്, അവർ കേരളം ഒട്ടുക്ക് റബ്ബർ വെച്ച് നിറച്ച് ചെയ്യുമ്പോൾ എഫിഷ്യൻ്റ് ആവും. കുട്ടനാട് വരെ റബ്ബർ വെക്കാൻ നോക്കും. ആസാമിൽ പോയി അതിൻ്റെ ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഏജൻസി കേരളം മുഴുവൻ റബ്ബർ കൊണ്ട് നിറയ്ക്കുമ്പം കേരളത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയെ അതെങ്ങനെ ബാധിക്കും, കേരളത്തിൻ്റെ എൻവിറോൺമെൻറ്റിനെ അത് എങ്ങനെ ബാധിക്കും,
ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് നടന്നില്ല എങ്കിൽ എങ്ങനെ ആൾക്കാരുടെ ഇൻകത്തെ ഇത് ബാധിക്കും? ഇത് മൂന്നാണല്ലോ കാർഷിക വ്യവസ്ഥയുടെ ലിങ്കേജ് വരുന്നത്. ഒന്ന് എൻവിറോൺമെൻറ്റ്, രണ്ട് ഫുഡ്, മൂന്ന് ഈ മൂന്നിനെ എങ്ങനെ ബാധിക്കും? അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഇതില്ലാതെ കണ്ട് റബ്ബർ ബോർഡിൻ്റെ പരിപാടി കേരളത്തിൽ നടക്കുകയില്ല എന്ന് പറയാൻ ശക്തമായിട്ടുള്ള ഒരു കേരള സർക്കാർ കേരളത്തിലുണ്ടായിരുന്നോ ഇല്ലയോ? കേരള സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാർ റബ്ബർ ബോർഡിൻ്റെ മെമ്പേഴ്സുണ്ട്. അവരെന്ത് ചെയ്യുകയായിരുന്നു? അവരിതിനോട് ആൻസറബിൾ ആണോ? അപ്പോൾ അങ്ങനെ പ്രശ്നം എന്താ വെച്ചാൽ, അത് ഞാൻ പറഞ്ഞ് നമ്മുടെ ഇവിടെ നയങ്ങളുണ്ടെങ്കിലും നയങ്ങളുണ്ടായിരിക്കാം, നയങ്ങൾ നടപ്പാക്കാൻ ഉത്തരവാദപ്പെട്ട ആൾക്കാർ ജോലി ചെയ്യാൻ, വേണ്ടത് ചിന്തിക്കാൻ, പഠിക്കാൻ തയ്യാറല്ലാത്ത, എല്ലാം അറിയാവുന്ന നമ്മുടെ ചില ഞാനടക്കമുള്ള ആൾക്കാർ. അതാണ് പ്രശ്നം. രണ്ടാമത്തെ സെക്കൻഡ് പോയിന്റ്, നമുക്കറിയാം കർഷകൻ എന്നിവരുടെ ആരുടെ സബ്സിഡി ഒന്നും ആവശ്യമില്ല. അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കേണ്ടി വരുന്ന സാധനത്തിന് മാർക്കറ്റിൽ വില കിട്ടിയാൽ മാത്രം മതി. റബ്ബറിന് ഇന്ന് 20,000 രൂപ സബ്സിഡി കൊടുക്കുന്നു വർത്തമാനം. ഞാൻ ഇൻ മൈ റിപ്പോർട്ട് വിത്ത് മിനിസ്ട്രി ഐ സെഡ് ദാറ്റ് ദി വേർഡ് സബ്സിഡി ഷുഡ് ബി ഡൺ അവേ വിത്ത്, ബിക്കോസ് ഒരു ഹെക്ടറിനകത്തുനിന്ന് ഏതാണ്ട് 54,000 രൂപയോളം കർഷകൻ സെസ്സായിട്ട് സർക്കാരിന് കൊടുക്കുന്നുണ്ട്. അതിനാണ് 20,000 രൂപ, അത് 6-7 ഗഡുവായിട്ട് കൊടുക്കുന്നു. അതിനെ സബ്സിഡി എന്ന വാക്കുകൾ ഉപയോഗിക്കാൻ ഒക്കത്തില്ല. ഇറ്റ് മാക്സിമം ആൻഡ് അഡ്വാൻസ് ലോൺ, ആ വാക്ക് ഉപയോഗിക്കരുതെന്ന് എൻ്റെ റിപ്പോർട്ട് ഞാൻ മിനിസ്റ്ററി പോയിട്ടുണ്ട്. എനിവേ ദി പോയിന്റ് ഐ എം ട്രൈ ടു സേ ഇസ് ദാറ്റ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വേണ്ടത് എന്ന് പറഞ്ഞാൽ കർഷകന് അവൻ്റെ ഭാഗ്യദേഹത്വം നിയന്ത്രിക്കണമെങ്കിൽ ഡോക്ടർ ഹെലാലിനോട് എഗ്രി ചെയ്യാണ്, കംപ്ലീറ്റ് ആയിട്ട് എഗ്രി ചെയ്യാണ്. അവന് അവൻ്റെ ഉൽപ്പാദനത്തെ പോലെ തന്നെ വിപണന പ്രക്രിയയിലും നിയന്ത്രണം ഉണ്ടാകണം. റബ്ബർ വിലയെക്കുറിച്ചുള്ള ചർച്ച വട്ടമേശയിലെ ഒന്നാമത്തെ ഭാഗം അവസാനിക്കുകയാണ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ റബ്ബറിൻ്റെ വില നിശ്ചയിക്കേണ്ടത് ആര്? കർഷകനകത്ത് എന്താണ് റോൾ? രാഷ്ട്രീയവും റബ്ബറും തമ്മിലുള്ള ബന്ധം, രാഷ്ട്രീയവും കൃഷിയും കാർഷികോൽപ്പന്നങ്ങളും തമ്മിലുള്ള ബന്ധം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ KN ഹരിലാൽ, പ്രൊഫസർ CDS, ജോസ് കറിയ, പ്രമുഖ മാധ്യമപ്രവർത്തകൻ, ഇക്കണോമിക് ടൈംസിൻ്റെ മുൻ സീനിയർ അസിസ്റ്റന്റ് എഡിറ്റർ പ്രൊഫസർ KJ ജോസഫ്, CDS പ്രൊഫസർ ജോസ് മാത്യു, റബ്ബർ കർഷകൻ തുളുവഴയിൽ നിന്ന്. അടുത്ത ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയം.